ഹലോ, ഇന്ന് നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കും. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 5-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കും കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ ഒരു 5-6 ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയുള്ളിയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഇല്ലെങ്കിൽ ഒരു കുഞ്ഞ് കഷ്ണം സവാള ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതേ ഞാനിത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഇത് കുറച്ചും കൂടെ പേസ്റ്റ് മാതിരി അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ അരച്ചെടുക്കുക. അപ്പോൾ അതേ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. കാരണം നല്ല തരിയില്ലാണ്ട് അരച്ചാലേ നന്നായിട്ട് ചിക്കനിൽ ഇത് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമ്മളിവിടെ ഏകദേശം ഒരു 400 ഗ്രാം ചിക്കൻ ഉണ്ടാവും കേട്ടോ. അത് ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. ഞാനിവിടെ ഏകദേശം ഒരു 3-3.5 ടീസ്പൂൺ നിറയെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുന്ന മുളക് പൊടി എത്ര എരിവുണ്ടോ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ സംഭവങ്ങൾ വേണ്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ചിക്കനിൽ എല്ലായിടെയും മസാലയൊന്ന് പിടിക്കണം. പിന്നെ നമ്മളിത് ഇപ്പം തന്നെ ഫ്രൈ ചെയ്യുന്നില്ല, കുറച്ച് നേരം ഒന്ന് എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോഴേക്കും നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ ഞാനിത് എന്തായാലും ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1-2 മണിക്കൂറൊക്കെ സമയം കിട്ടുവാണെങ്കിൽ അങ്ങനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലോർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലോർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പകരം അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പൊരിക്കുന്നതിന് തൊട്ട് മുമ്പ് വേണം കേട്ടോ ഇത് ചേർക്കാനായിട്ട്. അല്ലാതെ ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒന്നും എടുത്ത് വെക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത്ര ക്രിസ്പി ആയിട്ട് കിട്ടൂല. അപ്പോൾ നന്നായിട്ട് പൊടി എല്ലായിടെയും ഒന്ന് മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ നല്ലപോലെ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ ഇത് ഫ്രൈ ചെയ്യാം കേട്ടോ. ഞാൻ ഡീപ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എണ്ണയിൽ ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇതാണ് കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. പിന്നെ ഫ്ലെയിം നല്ല കുറച്ചിട്ടും കൂട്ടിയിട്ടും ഫ്രൈ ചെയ്യരുത്. മീഡിയം ഫ്ലെയിമിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്തും കിട്ടും, അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടും കിട്ടും. അപ്പോൾ എല്ലാം നമ്മൾ ഇട്ടിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, കാരണം ഇത് അധികം വലിയ പീസല്ല, ചെറിയ ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി സമയമൊന്നും എടുക്കില്ല ഫ്രൈ ആയി കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇതൊന്ന് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നല്ല ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെയും അതുപോലെ തന്നെ പൊറോട്ടയുടെയും ബിരിയാണിയുടെയും ഒക്കെ സൈഡായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ, അത്ര ഇഷ്ടമാവും നിങ്ങൾക്ക്. അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ ഇവിടെ 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ ഒരു ബാച്ചും കൂടി ഇനി ഫ്രൈ ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ അത്ര എണ്ണ ഒഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെടുത്ത് നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിയും കൂടി നമുക്കിനി എടുത്ത് മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.